അദ്ദേഹം പാരിസ്ഥിതിക സംരക്ഷണത്തിന് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, പ്രവർത്തനത്തിൽ, ചലനത്തിലെല്ലാം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം, ആ സന്ദേശം, ആശയം, ആദർശം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇരമ്പിയിരുന്നു. അത് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കത് ബോധ്യപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് നമുക്കറിയാം, ആറന്മുള വിമാനത്താവള സമരത്തിൽ അദ്ദേഹം യാതൊരു മടിയും കൂടാതെ സമര സത്യാഗ്രഹ പന്തിലിരുന്ന് സമര സത്യാഗ്രഹികളോടൊപ്പം ദീർഘനേരം അവിടെ ചെലവഴിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. മാത്രവുമല്ല, ആ സമരം വിജയിപ്പിക്കുന്ന കാര്യത്തിൽ സുഗതകുമാരിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പോരാട്ടങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല. ഇതുപോലെ തന്നെയാണ് മതികെട്ടാൻ മലയിലായിരുന്നാലും ഈ പ്ലാച്ചിമട വിഷയത്തിലായിരുന്നാലും അങ്ങനെ എന്തിന് കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ, അവരോടൊപ്പം ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും തയ്യാറാകുന്ന ഒരു മഹാത്മാവിനെ എങ്ങനെ നമുക്ക് വിസ്മരിക്കാനാവും? അദ്ദേഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മകൾ ഇരമ്പുകയാണ്. ആ ദ്വയാക്ഷരി കേരളത്തിലുണ്ടാക്കിയ സമഗ്രമായ സാമൂഹ്യ പരിവർത്തനത്തിന്റെ അലയൊലികൾ ദീർഘനാളുകളിൽ കേരളത്തിൽ നിലനിൽക്കും.